So welcome back to our channel. So നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പൈലർ ഡിസൈൻ്റെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് LR പാഴ്സിംഗ് ടേബിൾ. സോ നമുക്ക് അതിന് വേണ്ടി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ട് ആൻ LR പാഴ്സിംഗ് ടേബിൾ ഫോർ ദി ഗിവൺ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ. നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ LR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷനാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ. സോ നമ്മൾ LR 0 പാഴ്സറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്രാമർ വന്നിട്ട് എസ് ഗീവ്സ് A gives AAB. സോ ഈ തന്നിരിക്കുന്ന കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ LR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓഗ്മെൻറ്റഡ് ഗ്രാമർ. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ ഓഗ്മെൻറ്റഡ് ഗ്രാമർ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുക. സിമ്പിളാണ്. ഓഗ്മെൻറ്റഡ് ഗ്രാമർ എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് എസ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് സിമ്പിൾ അല്ലേ. എസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഓഗ്മെൻറ്റഡ് ഗ്രാമർ വരുമ്പോൾ ഒരു എസ് ഡാഷ് വരും. എസ് ഡാഷ് ഗീവ്സ് എസ് എന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്ഷൻ തൊട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഏത് പ്രൊഡക്ഷനാണ് അതിൻ്റെ എസ് ഡാഷ് ഗീവ്സ് എസ് എന്ന് കൊടുക്കുക. ബാക്കി ഇത് രണ്ട് സെയിം ആയിട്ട് എഴുതാത്തത്. എസ് ഗീവ്സ് എ ഗീവ്സ് രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതണം. എ ഗീവ്സ് എ ഉണ്ട്, എ ഗീവ്സ് ബി ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്രണ്ടിലൊരു ഡോട്ട് ഇടുക. ഇതാണ് ഓഗ്മെൻറ്റഡ് ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഗ്മെൻറ്റഡ് ഗ്രാമർ ഈ ഓഗ്മെൻറ്റഡ് ഗ്രാമർ വെച്ച് നമ്മളൊരു LR 0യുടെ ഒരു പാഴ്സർ ഫിഗർ വരയ്ക്കുന്നുണ്ട്. ആ ഫിഗർ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഓരോന്നും ഐഡൻറ്റിക്കലായിട്ട് ചെയ്യണം. ഇത് ഇത്രയായിരിക്കും നമ്മൾ ഇത് വെച്ച് ഈ ഒരു ഗ്രാമർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഒരു ബോക്സിൻ്റെ അകത്ത് എഴുതുക. എസ് ഡാഷ് ഗീവ്സ് ഡോട്ട് എസ് ഗീവ്സ് എ എല്ലാത്തിലും ഡോട്ട് ഉണ്ട്. എ ഗീവ്സ് ഡോട്ട് എ ഗീവ്സ് ഡോട്ട് ബി. സോ ഈ നാലെണ്ണം ഒരു ബോക്സിൻ്റെ അകത്താക്കി ഇതിനെ നമ്മൾ I0 എന്ന് പേര് കൊടുക്കും. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇത് ഇത്ര എന്താണ് I0 എന്നുള്ളൊരു ബോക്സിലാക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ നോക്കാം. ആദ്യത്തെ എന്താണ് എസ് സ്ലാഷ് ഗീവ്സ് എസ് ആണല്ലേ. ഇവിടെ ഡോട്ടിന് ഇപ്പുറത്തുള്ള എസ് അല്ലേ. ഈ എസ് കൊടുക്കുമ്പോൾ എസ് ഡാഷ്, അതായത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എസ് നമ്മൾ കൊടുക്കുകയാണ്. ആർക്ക്? എസ് ഡാഷ് ചെയ്തപ്പോൾ നമുക്ക് ഡോട്ട് എസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഡോട്ട് ഇപ്പുറത്തോട്ട് മാറും. ഞാൻ കാണിച്ചു തരാം. എസ് ഡാഷിന് എസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എസ് കൊടുക്കുമ്പോൾ എസ് ഡാഷ് ഗിവ്സ് ഡോട്ട് എസ് ഇപ്പുറത്തുണ്ടായ എസ് കൊടുക്കുമ്പോൾ എസ് ഡാഷ്. അപ്പോൾ നോക്കിക്കോ, എസ് കൊടുക്കുന്ന ഗോ ടു എസ് വരുമ്പോൾ നമ്മൾ എന്താ വരുന്നത്? എസ് ഡാഷിൽ ഡോട്ട് ഇപ്പുറത്താക്കണം. എസ് ഡോട്ട് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് എഴുതുന്നത്? അവിടെ എസ് ഡോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഡോട്ട് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ആയി എന്നാണ്. സോ ഇത് അക്സെപ്റ്റ് കേസായി. ഇനി അങ്ങോട്ട് വേറെ വരത്തില്ല. സോ ഈ വരുന്നത് പറഞ്ഞാൽ I1. ഓക്കെ, ഇത് I0, ഇത് I1. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് നമ്മളിപ്പോൾ ആരെടുത്ത? എസ് എടുത്തു. നെക്സ്റ്റ് എ എടുക്കുക. എസ് ഡാഷ് അടുത്ത പ്രൊഡക്ഷൻ എസ് ഗീവ്സ് ഡോട്ട് എ. അപ്പം അടുത്ത എങ്ങനെ വരും? എ കൊടുക്കുമ്പോൾ ഈ പ്രൊഡക്ഷൻ എടുക്കുക. എസ് ഗീവ്സ് ആ ഡോട്ട് മാറ്റി ഇങ്ങോട്ട് മാറി വരും ഡോട്ട്. അപ്പോൾ അടുത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? എ ഡോട്ട് എ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് നമുക്ക് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഈ ഡോട്ട് ഇവിടെ അവസാനം വന്നുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. ഇതിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ട്? എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ ഇനിയുള്ള എല്ലാ പ്രൊഡക്ഷനും താഴെ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? എ ഗീവ്സ് ഈ പ്രൊഡക്ഷൻ സിമ്പിൾ അതേപോലെ ഡോട്ട് മാറണ്ട, സെയിം പ്രൊഡക്ഷൻ അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതും? എ ഗീവ്സ് ഡോട്ട് എ ഗീവ്സ് ഡോട്ട് ബി. ഓക്കെ അല്ലേ. ഇനി ബോക്സ് കംപ്ലീറ്റ് ചെയ്യും. ഈ ബോക്സിൻ്റെ പേരെന്തോ I2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ നെക്സ്റ്റ് ഇനി അടുത്ത് ഈ ഒരു പ്രൊഡക്ഷനാണ്. ഇവിടെ എ ആണ്. അപ്പോൾ ഗോ ടു എ എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ. എ ഗീവ്സ് എല്ലാത്തിനും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാൽ എ എങ്ങനെയാവും? എ ഡോട്ട് എ ആവും. ഒരു ഡോട്ട് ഇപ്പുറത്ത് വരും. ഇനി ഇപ്പുറത്ത് എ ഉണ്ടല്ലോ. അപ്പോൾ എയുടെ എല്ലാ പ്രൊഡക്ഷനും എന്ത് ചെയ്യണം? താഴെ എഴുതണം. അപ്പോൾ എങ്ങനെ വരും? എയുടെ പ്രൊഡക്ഷൻ എ സെയിം ആയിട്ട് എഴുതിയാൽ മതി. ഡോട്ട് മാറ്റി എഴുതും.
ഓക്കെ, ഈ ബോക്സിൻ്റെ പേര് I3. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ഇനി ബി ആണല്ലേ. ബി കൊടുക്കുക. ബി കൊടുക്കുമ്പോൾ എങ്ങനെ വരും? A gives B ഡോട്ട് അവസാനം വന്ന് ഇപ്പുറത്ത് ആരുമില്ല, അപ്പോൾ അതെന്തായി? അക്സെപ്റ്റായി. സോ നമുക്കിതിൻ്റെ അകത്ത് വേറെ ആരുമില്ല. I4. മനസ്സിലായോ എങ്ങനെയാണ് എഴുതണം? ഓക്കെ അല്ലേ? ഇത്രയും സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിപ്പോൾ അക്സെപ്റ്റ് ആയത് നോക്കണ്ട. ഇനി ഇതാ ഈ ബോക്സ് നോക്കാം. ഈ ബോക്സിൽ ഇതാ ഇപ്പുറത്ത് A ഉണ്ടല്ലേ. സോ A വെച്ച് അടുത്ത് ഗോ ടു A വരും. ഗോ ടു A വരുമ്പോൾ ഇതിൻ്റെ അടുത്ത ഡോട്ട് മാറി എടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ S gives A ഡോട്ട്. ഓക്കെ, അപ്പോൾ അതവിടെ തീർന്നു. കാരണം ഇനി അപ്പുറത്തൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതവിടെ ഓക്കെ അക്സെപ്റ്റായി. അപ്പോൾ I5. ഓക്കെ, നെക്സ്റ്റ് ഇനി ഈ ഒരു കേസ് നോക്കി. ഈ കേസ് തീർന്നില്ല, ഇവിടെ വെച്ച് തീർന്നു. പിന്നെ നമുക്കിതാ ഇവിടെ ഡോട്ട് A ഉണ്ടല്ലേ. ഇതിലിനി ഒരു A കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇതിൽ A കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഈ ഡോട്ട് ഇപ്പുറത്താവില്ലേ, A ഡോട്ട് A ആവില്ല. ഇത് മൊത്തം ചേഞ്ച് ചെയ്യണം. ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അക്സെപ്റ്റായി. അടുത്ത് നോക്കുമ്പോൾ A ഡോട്ട് A, അതല്ലാതെ ഈ ബോക്സ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ബോക്സ് വരയ്ക്കേണ്ട, ഇതിലോട്ടങ്ങ് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ A കൊടുക്കുമ്പോൾ A ഡോട്ട് A ആവും. മനസ്സിലായോ? അതേപോലെ A ഡോട്ട് B അല്ലേ, B കൊടുക്കുമ്പോൾ എങ്ങോട്ടും I4 പോവും. അപ്പോൾ അതും എന്ത് ചെയ്താൽ മതി? മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. സെപ്പറേറ്റ് ബോക്സ് വരയ്ക്കണ്ട. ബി. മനസ്സിലായോ? നെക്സ്റ്റ് ഈ ബോക്സ് നോക്കി. ഇതിലിനി A കൊടുക്കണമല്ലേ. A എടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? A കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? A gives A ഡോട്ട്. അത് അക്സെപ്റ്റായി. അപ്പോൾ അത് I6. പക്ഷെ ബാക്കി രണ്ടെണ്ണം ഉണ്ട്. അതിനി A കൊടുക്കുമ്പോൾ A gives A ഡോട്ട് A. അതെവിടെ ഉണ്ട്? A ഡോട്ട് A. അതായത് ഇത് തന്നെയാണല്ലോ, ഈ ബോക്സ് തന്നെയല്ലേ A ഡോട്ട് A മുകളിലില്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഒരു ലൂപ്പായിട്ട് കൊടുക്കാം A വരുമ്പോൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡോട്ട് B. അതെങ്ങോട്ട് വരും? ഇവിടെയാണ്. B ഡോട്ട് എന്നാവും. എന്ത് കൊടുക്കുമ്പോൾ? B കൊടുക്കുമ്പോൾ. അപ്പോൾ B. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് എല്ലാ സീറോ പാഴ്സർ വരയ്ക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഓഗ്മെൻറ്റഡ് ഗ്രാമർ എഴുതി. ഇതിൽ ഓരോ പ്രൊഡക്ഷനും അതായത് ഡോട്ടിന് ഇപ്പുറത്തുള്ളത് വെച്ച് ചെയ്യുക. എസ് അങ്ങനെ എല്ലാ പ്രൊഡക്ഷനും ചെയ്യുക. അതിലിപ്പോൾ ആ ഡോട്ട് അവസാനമായിട്ട് വന്ന് അത് അക്സെപ്റ്റായി. ഡോട്ടിന് ഇപ്പുറത്ത് എന്തെങ്കിലും നോൺ ടെർമിനലോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അതേപോലെ എഴുതുക. പിന്നെ അതിനെ വീണ്ടും എന്ത് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മളെ ടേബിൾ നോക്കിക്കോ. ടേബിളിൽ 2 കോളമാണുള്ള. ആക്ഷൻ, ഗോ ടു എന്ന് പറഞ്ഞ 2 ഉണ്ട്. ആക്ഷൻ്റെ അകത്ത് വരുന്നത് ടെർമിനൽസ് ആയിരിക്കും. എയും ബിയും ഡോളറും വരും. ഗോ ടുവിൽ നോൺ ടെർമിനൽസ് ആയ എയും എസ് വരുള്ളൂ. പ്രൊഡക്ഷനായിട്ടുള്ളത് 2 വരും. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് വരച്ചപ്പോൾ നമുക്ക് 6 ബോക്സ് വന്നു. അതാണ് ഈ I0, I1 6 സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ ഫില്ല് ചെയ്യണം നോക്കാം. നമ്മൾ നേരത്തെ വരച്ച ഈ പടം വെച്ചിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം I0 A കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. I0 നമ്മൾ A കൊടുത്തു. അപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് I3 കിട്ടി. അപ്പോൾ അത് വേണം എഴുതാൻ. I3 എന്ന് എഴുതരുത്, S3 എന്ന് എഴുതണം. എന്തെന്ന് എഴുതണം? S3. മനസ്സിലായോ? എങ്ങനെ എഴുതണം ഇപ്പോൾ മനസ്സിലായോ? I0 നിന്ന് A കൊടുത്തപ്പോൾ I3 എന്ന് എഴുതില്ല. എന്തെന്ന് എഴുതാം? S3 എന്ന് എഴുതാം. ഷിഫ്റ്റാണ്. ഓക്കെ, ഇനി I0 B കൊടുത്തപ്പോൾ എന്ത് കിട്ടി? I0 B കൊടുത്തപ്പോൾ I4 കിട്ടി. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതും? I0 B കൊടുത്തപ്പോൾ S4. ഓക്കെ, ഇനി I0 ഡോളർ നമ്മൾ കൊടുത്തിട്ടില്ലല്ലേ. ഡോളർ ഇല്ല. നെക്സ്റ്റ് A നോക്കി. I0 A ഗോ ടു. I0 A I2. അപ്പോൾ നമ്മളിവിടെ എന്തെന്ന് എഴുതും? ഗോ ടുവിൽ വരുമ്പോൾ നമ്മളിങ്ങനെ എസ് എഴുതണ്ട. ഇപ്പം നമ്മൾ I0 നിന്ന് A കൊടുത്തപ്പോൾ I2 ആ 2 എഴുതിയാൽ മതി. അപ്പോൾ എയുടെ താരം ഇവിടെ എന്തെഴുതണം? 2 എഴുതണം. നമ്പറാണ് ഗോ ടുവിൽ എഴുതണം. ഓക്കെ അല്ലേ? അങ്ങനെയാകുമ്പോൾ I0 S കൊടുത്തപ്പോൾ എന്താ? I1. അപ്പോൾ നമ്മൾ I0 S കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്? 1 കൊടുക്കണം. മനസ്സിലായോ? എഴുതണം. നെക്സ്റ്റ് നോക്കി. ഇനി I1 A. I1 A പോകുന്നുണ്ടോ?
ഇല്ല, I1 അക്സെപ്റ്റ് കേസാണ്. അക്സെപ്റ്റ് കേസാണ് നമ്മൾ ഡോളറിൽ എഴുതുന്നത്. അപ്പോൾ I1 ആകെ ഒരു കേസേ വരുന്നുള്ളൂ. I1 ഡോളർ വരുമ്പോൾ അവിടെ അക്സെപ്റ്റ് ആണ്. അപ്പോൾ അവിടെ അക്സെപ്റ്റ് എന്ന് എഴുതും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കിയാൽ ഇനി I2ൽ എ പോകുന്നുണ്ടോ നോക്കിയേ. I2ൽ എ ഉണ്ടല്ലോ. I2ൽ എ കൊടുത്തപ്പോൾ എവിടെ പോയി? I3. അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് എഴുതും? S3 എന്ന് എഴുതാം. ഇനി I2ൽ ബിയോ? I2ൽ ബി കൊടുത്തില്ലേ? I2ൽ ബി കൊടുത്തപ്പോൾ I4. അപ്പോൾ നമ്മളിവിടെ എന്തെന്ന് എഴുതും? S4. ഇനി I2ൽ ഡോളർ അക്സെപ്റ്റ് ആവുന്നുണ്ടോ? I2 അക്സെപ്റ്റ് ആവുന്നില്ല, അപ്പോൾ അക്സെപ്റ്റ് വരത്തില്ല. ഇനി I2ൽ എ ഉണ്ടല്ലേ? I5. അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതും. ഇവിടെ എന്തെഴുതും? 5. അതേപോലെ I2ൽ ബി അല്ല എസ്. I2ൽ എസ് ഉണ്ടോ? ഇല്ല, അപ്പോൾ എസിൻ്റെ അവിടെ ഒന്നും എഴുതണ്ട. ഓക്കെ അല്ലേ? ഇനി I3 എ പോകുന്നുണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്. I3ൽ എ വന്നപ്പോൾ I3 തന്നെയാണ്. അപ്പോൾ അവളെ വീണ്ടും നമ്മൾ എന്തെഴുതും? S3 എഴുതും. ഇനി I3ൽ ബി പോകുന്നുണ്ട്. എവിടെ? I4. അപ്പോൾ നമ്മൾ എന്തെഴുതും? S4 എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഇനി I3 അക്സെപ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല, I3 അക്സെപ്റ്റ് ആവുന്നില്ല. I3ക്ക് എ ഉണ്ടല്ലേ? I3 ഗോ ടു എ വന്നപ്പോൾ എവിടെയാണ്? I6 ആണ്. അപ്പോൾ അവിടെ നമ്പർ 6 എന്ന് മാത്രം കൊടുക്കും. ഇതൊരു ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമുക്കുള്ളത് I4 ഉണ്ടല്ലേ? I3 കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ആര്? I4 ആണ്. I4ന് എയും കാണില്ല, ബിയും നോക്കിയേ. I4 ഇതാണ് അല്ലേ? ഇവിടെ വരുന്നത് റെഡ്യൂസിങ് ആണ്. ഓക്കെ, ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്നാണ് റെഡ്യൂസിങ് ആണ്. അപ്പോൾ നോക്കിക്കോ, I4ൽ എങ്ങനെയാണെന്ന് നോക്കിക്കോ. I4ൽ നമ്മൾ പറഞ്ഞു ഇത് റെഡ്യൂസിങ് ആണല്ലേ, കാരണം I4ൽ നിന്ന് ഒരുത്തോട്ട് പോകുന്നില്ല, എല്ലാം I4ലോട്ടാണ് വരുന്നത്. അപ്പോൾ I4ൻ്റെ കേസിൽ നമ്മൾ റെഡ്യൂസിങ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം എഴുതിയ ആ ഒരു ഇത് നോക്കാം. ഇതിൽ നമ്മൾ ഗ്രാമർ, ഓഗ്മെൻറ്റഡ് ഗ്രാമർ ഇതാണല്ലേ. ഇത് നോക്കരുത്, ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും മതി. ഇങ്ങനെ എഴുതാം. ടെൻസ് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്. എ ഗീവ്സ് എ എന്നും എ ഗീവ്സ് ബി എന്നും കൊടുക്കാം. ഇതിൻ്റെ ഒരു നമ്പർ കൊടുക്കാം. ഫസ്റ്റ് പ്രൊഡക്ഷൻ, സെക്കൻഡ് പ്രൊഡക്ഷൻ, തേർഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ I4 എന്ന് പറയുന്ന എ ഗീവ്സ് ബി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷനാണല്ലേ. അതെവിടെ? അതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്പറാണ്. അപ്പം നമ്മൾ അതിൻ്റെ എയ്ക്കും ബിക്കും ഡോളറിനും എന്ത് കൊടുക്കും? മൂന്നാമത്തെ നമ്പറില്ലേ R3 എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണം? R3. മനസ്സിലായോ? ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. ഗോ ടു ഇല്ല, ആകെ എയും ബിയും ഡോളറിനും എന്ത് കൊടുക്കുക? R3 കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് ഇനി എങ്ങനെ കൊടുക്കും? അടുത്ത് നോക്കിയാൽ I5ലെ കേസ് നോക്കിയാൽ I5 എന്താണ്? ഒരു അക്സെപ്റ്റ് കേസാണല്ലേ. ഇനി അങ്ങോട്ട് പ്രൊഡക്ഷനൊന്നുമില്ല. I5 എന്ന് പറഞ്ഞൊരു അക്സെപ്റ്റ് കേസാണ്. ഈ I5 നമ്മുടെ ഇതിൽ എത്രയാണെന്ന് നോക്കിയേ. I5 എന്ന് പറയുന്നത് S → A. അത് ഒന്നാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പം നമ്മളവിടെ എന്തെന്ന്? R1 എന്ന് കൊടുക്കും. എന്തെന്ന് കൊടുക്കും? R1. ഏതിൽ കൊടുക്കും? എയ്ക്കും ബിക്കും ഡോളറിനും എന്ത് കൊടുക്കും? R1 എന്ന് കൊടുക്കും. മനസ്സിലായോ? ഇനി I6 A → A. അത് എത്രാമത്തെ പ്രൊഡക്ഷനാണ്? രണ്ടാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പം നമ്മൾ എയ്ക്കും ബിക്കും ഡോളറിനും എന്ത് കൊടുക്കും? R2 എന്ന് കൊടുക്കും. മനസ്സിലായോ? ഇതാണ് LR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ. ഓക്കെ അല്ലേ? ഇത് LR 0 പാഴ്സറാണ്. ഇനി SLRും CLR ഒക്കെ ഉണ്ട്. ഓക്കെ.